ഒരു പ്രേക്ഷകൻ. യെസ്, ഇന്നത്തെ ആദ്യത്തെ പ്രേക്ഷക അതിഥിയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ഷാർജയിൽ നിന്നും മെറിനാണ്. മെറിൻ, ഹായ് മെറിൻ. ഹായ് മെറിൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരൊക്കെയാണ് അവിടെ? ഒരു സംഘം ആൾക്കാരുണ്ടല്ലോ. മെറിൻ ആൻഡ് ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങള് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കോതമംഗലം സ്ഥലത്തുള്ളവരാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. ഒത്തിരി എന്താ പറയാ, ഞങ്ങളുടെ ഈ ജോബ് സ്ട്രെസിന്റെ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയില്. താങ്ക് യു സോ മച്ച് ഫോർ ദി കോംപ്ലിമെന്റ്. വേറെ എന്തൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു മെറിനും ഫാമിലി? ഞാൻ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ്, ബ്രദർ എല്ലാവരും ഇവിടെ ഉണ്ട്. മക്കളുണ്ടല്ലോ? മക്കള് 2 പേര്. എന്താണ് മോമരുടെ പേര്? ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ, KG 2H ആണ്. എന്താണ് നാട്ടില് വന്നത്? നാട്ടിൽ ഞങ്ങൾ മാർച്ചില് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നല്ല ചൂടായിരിക്കുമല്ലോ അല്ലെ അവിടെ? ടെമ്പറേച്ചർ ഒത്തിരി ഹൈ ആണ്. പക്ഷെ എനിവേ പ്രോഗ്രാമിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം വേറൊരു ചാനലും ഈ ഒരു രീതിയിലുള്ള പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവൻ എന്റർടൈൻമെന്റും ന്യൂസും എല്ലാം കൂടി ഒരു പ്രത്യേക. എനിവേ എല്ലാവർക്കും അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു പ്രോത്സാഹനം ഇനിയും തരണം, ഇനിയും പ്രോഗ്രാം കാണണം. താങ്ക് യു സോ മച്ച് മെറിൻ. നാട്ടിൽ വരുമ്പോ കാണാം മെറിൻ ആൻഡ് ടീം. ഷുവർ മീറ്റ് ചെയ്യാം നമുക്ക്. Thank you so much for calling. Good night. Good night. അപ്പം നമ്മുടെ ഷാർജയിൽ നിന്ന് മെറിനും ഫാമിലിയുമാണ് വിളിച്ചത്. പ്രോഗ്രാമിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ തരുന്ന ഈ ഊർജ്ജമുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ എനർജി എന്ന് പറയുന്നത്. അതെ, ഓരോ ദിവസവും പുതിയ എന്താണ് പറയാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും പുതിയ സെഗ്മെന്റുകൾ ആരംഭിക്കാനും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതൊക്കെ ഒന്ന് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്, ഒന്ന് പുഷ് ചെയ്തത് ഇതുപോലുള്ള. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും നമ്മളെ പൊക്കി പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മളെ വിമർശിക്കുമ്പോഴും നമ്മളത് വായിക്കുന്നുണ്ട്, നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മളത് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ പ്രേക്ഷകരെ, അപ്പൊ ഇവിടെ വീണ്ടും പ്രേക്ഷകരുടെ കമന്റ്സ്. രമ പറയുന്നു ഇവിടെ ഗോവയിൽ ഭയങ്കര മഴയാണെന്ന്. പിന്നെ ജോർബിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കുവൈറ്റിൽ ആരെങ്കിലും ഈ പഞ്ചാബി നൃത്തം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എന്റെ മോൾ ചോദിക്കുന്നു. അപ്പൊ കുവൈറ്റിൽ ആരെങ്കിലും അത് പഠിപ്പിക്കുന്നുള്ളതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. പിന്നെ ജിഷ്ണു പറയുന്നു എന്റെ ഇതൾ മോൾക്കൊരു ഗുഡ് നൈറ്റ് പറയുമോ? ഇതൾ മോളെ ഗുഡ് നൈറ്റ്. അപ്പൊ ഇതൾ മോളെയും കൊണ്ട് ഉറങ്ങാൻ പോവാണല്ലേ. പിന്നെ അങ്ങനെ പ്രേക്ഷകർ മലേഷ്യയിൽ നിന്നൊരു ഹായ് പറയുന്നുണ്ട്, ഫസലുദ്ദീൻ. പിന്നെ നമ്മുടെ നിഷാദ് വീണ്ടും ഒരു മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളം ഉണ്ടാവില്ല, അതേപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല. അങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോകുന്നത്. പ്രജനാൻ പ്രവിത എന്ന് പറയുന്നു, നിഷാദ് പറയുന്നുണ്ട്.